എന്നും ആരാധന. ബലിവേദി മുന്നിലായി അണിചേർന്നു നിന്നിവർ ആത്മാവിലർപ്പിക്കും ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഉള്ളിൽ പുതുജീവനാളം തെളിച്ച് നാവിൽ തിരുനാമമന്ത്രം ജപിച്ച്. ഉള്ളിൽ പുതുജീവനാളം തെളിച്ച് നാവിൽ തിരുനാമമന്ത്രം ജപിച്ച്. കയ്യിൽ ജീവിത ക്രൂശും പിടിച്ച് കർത്താവിനെ കാത്തു നിൽക്കുന്നു ഞങ്ങൾ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അൾത്താരേ പൂജ്യബലിവസ്തുവായി അഖിലേശ്വരനെന്നും ആരാധന. ബലിവേദി മുന്നിലായി അണിചേർന്നു നിന്നിവർ ആത്മാവിലർപ്പിക്കും ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടുകൂടെ. പ്രിയ സഹോദരരെ, ആഗോളസഭ ഇന്ന് പെന്തക്കോസ്താ തിരുനാൾ ആഘോഷിക്കുകയാണ്. പെന്തക്കോസ്താ തിരുനാളാണ് സഭയുടെ ഉദ്ഘാടന ദിവസമെന്ന് നമുക്കറിയാം. യേശുവിൻ്റെ മരണത്തോടുകൂടെ ശിഥിലീകരിച്ച ശിഷ്യന്മാരും വിശ്വാസികളും പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം കാത്തിരുന്ന അവസരത്തിൽ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരികയും അവരെല്ലാവരും പുതുമനുഷ്യരായിട്ട് മാറുകയും ചെയ്യുന്നു. ആത്മാവിൻ്റെ നിറവിൽ തികഞ്ഞ അപ്പോസ്തലന്മാർ ജെറൂസലേം ദേവാലയത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് പ്രസംഗിക്കുകയും ചെയ്തു. അങ്ങനെ സഭയുടെ ഉദ്ഘാടന ദിവസമായിട്ട് പെന്തക്കോസ്താ തിരുനാൾ മാറുന്നു. ഇന്ന് പെന്തക്കോസ്താ തിരുനാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ സഭയുടെ ഐക്യവും കൂട്ടായ്മയും വളരുവാനും
ഇന്നത്തെ കാലഘട്ടത്തിൻ്റെതായ തിന്മയുടെയും പാപത്തിൻ്റെയും രോഗത്തിൻ്റെയും സ്വാധീന വലയിൽ നിന്ന് മുക്തി നേടുവാനും ദൈവസ്നേഹത്തിലേക്കും പരസ്നേഹത്തിലേക്കും വളർന്നുകൊണ്ട് ശക്തമായ സഭാസമൂഹം ഉടലെടുക്കുവാനായിട്ടുള്ള ദൈവകൃപയ്ക്കായിട്ട് ഈ ബലിയർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ ബലി യോഗ്യതയർപ്പിക്കുവാനായി വന്നുപോയ കുറവുകളെപ്പറ്റി ഓർത്ത് അനുതപിച്ച് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ പരിസമറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലും നിവത്താഴ്മയാൽ. ദൈവമേ കർത്താവം അങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജനേ. സർവൈകശക്തനാം ദൈവമേ താതനാമങ്ങയെ വാഴ്ത്തുന്നു, ഏകാത്മജ ദൈവസൂനുവേ കർത്താവം ശ്രീയേശുക്രിസ്തുവേ. ദൈവമേ കർത്താവം അങ്ങയെ വാഴ്ത്തുന്നു, ദൈവത്തിൻ കുഞ്ഞാടേ താതനാം ദൈവത്തിൻ സൂനുവേ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ
കേൾക്കണേ. നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിരുന്നീടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ, കാരുണ്യം തൂകണി ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവു തൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവ് തന്നൈക്യത്തിൽ വാഴുന്ന ക്രിസ്തുവയേശുവേ, അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു താനേകന നാഥനും, അങ്ങു മാത്രം പരമോന്നതൻ, ത്രിത്വൈക ദൈവമഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഇന്നത്തെ ആഘോഷത്തിൻ്റെ അടിസ്ഥാനത്താൽ എല്ലാ ജനതകളിലും രാജ്യങ്ങളിലുമുള്ള അങ്ങേ സാർവത്രിക സഭയെയും അങ്ങ് പവിത്രീകരിക്കുന്നുവല്ലോ. ലോകം മുഴുവനിലും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ ചൊരിയണമേ. സുവിശേഷം ആദ്യമായി പ്രഘോഷിക്കപ്പെട്ടപ്പോൾ ആവർത്തിച്ച ദൈവിക കാരുണ്യം ഇപ്പോഴും വിശ്വാസികളുടെ ഹൃദയങ്ങളിലൂടെ ചൊരിയണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വായന. പെന്തക്കോസ്ത ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി. അതവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷാവരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കുവാൻ തുടങ്ങി. ആകാശത്തിന് കീഴിലുള്ള സകല ജനങ്ങളിൽ നിന്ന് വന്ന ഭക്തരായ യഹൂദർ ജെറുസലേമിൽ ഉണ്ടായിരുന്നു. ആരവമുണ്ടായപ്പോൾ ജനം ഒരുമിച്ച് കൂടുകയും തങ്ങൾ ഓരോരുത്തരുടെയും ഭാഷകളിൽ അപ്പോസ്തലന്മാർ സംസാരിക്കുന്നത് കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു. അവർ വിസ്മയഭരിതരായി പറഞ്ഞു, ഈ സംസാരിക്കുന്നവരെല്ലാം ഗലീലയരല്ലേ? നാം എല്ലാവരും താന്താങ്ങളുടെ മാതൃഭാഷയിൽ ശ്രവിക്കുന്നതെങ്ങനെ? പാർത്തിയക്കാരും മേദിയക്കാരും എലാമിയക്കാരും മെസപ്പൊട്ടാമിയൻ നിവാസികളും യൂദയായിലും കപ്പദോക്കിയയിലും പോന്തസിലും ഏഷ്യയിലും താമസിക്കുന്നവരും ഫ്രിജിയയിലും പാംഫീലിയയിലും ഈജിപ്തിലും കിറേനയുടെ ലിബിയ പ്രദേശങ്ങളിലും നിവസിക്കുന്നവരും റോമയിൽ നിന്നുള്ള സന്ദർശകരും യഹൂദരും യഹൂദമതം സ്വീകരിച്ചവരും ക്രേത്യരും അറേബ്യരുമായ നാമെല്ലാം ദൈവത്തിൻ്റെ ഈ അത്ഭുത പ്രവൃത്തികൾ അവർ വിവരിക്കുന്നത് നമ്മുടെ ഭാഷകളിൽ കേൾക്കുന്നല്ലോ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവേ, അങ്ങ് ജീവശ്വാസമയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു. അങ്ങ് ഭൂമുഖം നവീകരിക്കുന്നു. കർത്താവേ, അങ്ങ് ജീവശ്വാസമയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു. അങ്ങ് ഭൂമുഖം നവീകരിക്കുന്നു. എൻ്റെ ആത്മാവേ, കർത്താവിനെ വാഴ്ത്തുക. എൻ്റെ ദൈവമായ കർത്താവേ, അങ്ങ്
അത്യുന്നതനാണ്. കർത്താവേ, അങ്ങയുടെ സൃഷ്ടികൾ എത്ര വൈവിധ്യപൂർണമാണ്. ഭൂമി അങ്ങയുടെ സൃഷ്ടികളാൽ നിറഞ്ഞിരിക്കുന്നു. കർത്താവേ, കർത്താവേ, അങ്ങ് ജീവശ്വാസമയക്കുമ്പോൾ അങ്ങ് ജീവശ്വാസമയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു. അങ്ങ് ഭൂമുഖം നവീകരിക്കുന്നു. അങ്ങ് അവയുടെ ശ്വാസം പിൻവലിക്കുമ്പോൾ അവ മരിച്ചു പൂഴിയിലേക്ക് മടങ്ങുന്നു. അങ്ങ് ജീവശ്വാസമയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു. അങ്ങ് ഭൂമുഖം നവീകരിക്കുന്നു. കർത്താവേ, അങ്ങ് ജീവശ്വാസമയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു. അങ്ങ് ഭൂമുഖം നവീകരിക്കുന്നു. കർത്താവിൻ്റെ മഹത്വം എന്നേക്കും നിലനിൽക്കട്ടെ. കർത്താവ് തൻ്റെ പ്രവൃത്തികളിൽ ആനന്ദിക്കട്ടെ. കർത്താവ് തൻ്റെ സൃഷ്ടികളിൽ ആനന്ദിക്കട്ടെ. എൻ്റെ ഈ ഗാനം അവിടത്തേക്ക് പ്രീതികരമാകട്ടെ. ഞാൻ കർത്താവിൽ ആനന്ദിക്കുന്നു. കർത്താവേ, അങ്ങ് ജീവശ്വാസമയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു. അങ്ങ് ഭൂമുഖം നവീകരിക്കുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്: സഹോദരരെ, യേശു കർത്താവാണ് എന്ന് പറയുവാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും സാധിക്കുകയില്ലെന്ന് നിങ്ങൾ ഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദാനങ്ങളിൽ വൈവിധ്യമുണ്ടെങ്കിലും ആത്മാവ് ഒന്ന് തന്നെ. ശുശ്രൂഷകളിൽ വൈവിധ്യമുണ്ടെങ്കിലും കർത്താവ് ഒന്ന് തന്നെ. പ്രവൃത്തികളിൽ വൈവിധ്യമുണ്ടെങ്കിലും എല്ലാവർക്കും എല്ലാറ്റിനും പ്രചോദനം നൽകുന്ന ദൈവം ഒന്ന് തന്നെ. ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുന്നത് പൊതുനന്മയ്ക്ക് വേണ്ടിയാണ്. ശരീരം ഒന്നാണെങ്കിലും അതിൽ പല അവയവങ്ങളുണ്ട്. അവയവങ്ങൾ പലതെങ്കിലും അവയെല്ലാം ചേർന്ന് ഏക ശരീരമായിരിക്കുന്നു. അതുപോലെ തന്നെയാണ് ക്രിസ്തുവും. നമ്മളെല്ലാവരും ഒരേ ആത്മാവിൽ ഏക ശരീരമാകുവാൻ ജ്ഞാനസ്നാനമേറ്റു. യഹൂദരെന്നോ ഗ്രീക്കുകാരെന്നോ അടിമകളെന്നോ സ്വതന്ത്രരെന്നോ ഭേദം കൂടാതെ ഒരേ ആത്മാവിനെ പാനം ചെയ്യുവാൻ എല്ലാവർക്കും സാധിച്ചു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളുക. വിശ്വാസികളുടെ ഹൃദയങ്ങളെ നിറയ്ക്കുക. അവയിൽ അങ്ങയുടെ സ്നേഹാഗ്നി ഉജ്ജ്വലിപ്പിക്കുക. Hallelujah, 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 hallelujah. നിച്ചാലുകൾ പോ ഒഴുകിയിറങ്ങുന്നു ജീവൻ നൽകും വചനം ദൈവവചനം. നീച്ചാലുകൾ പോ ഒഴുകിയിറങ്ങുന്നു ജീവൻ നൽകും വചനം ദൈവവചനം. കാതോർത്തിടുവിൻ ദൈവജനമേ, ഹൃദയമൊരുക്കിടുവിൻ ദൈവജനമേ. ഇതു ജീവൻ നൽകും വചനം ദൈവവചനം. ഇതു ജീവൻ നൽകും വചനം ദൈവവചനം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം.
ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കഥകടച്ചിരിക്കെ യേശു വന്ന് അവിടെ മധ്യേ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കൈകളും പാർശ്വങ്ങളും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവിടെ മേൽ വിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങളുടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങൾ നീക്കം ചെയ്യട്ടെ. ആമേൻ. യേശുവിൽ സ്നേഹമുള്ളവരെ, പെന്തക്കോസ്ത തിരുനാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ എല്ലാവർക്കും തിരുനാളിൻ്റെ മംഗളാശംസകൾ നേരിട്ട്. പെന്തക്കോസ്ത തിരുനാൾ എന്ന വാക്കിൻ്റെ അർത്ഥം 50-ാം ദിവസം അല്ലെങ്കിൽ 50-ാം തിരുനാൾ എന്നാണ്. യേശുവിൻ്റെ ഉദ്ധാരത്തിന് ശേഷം 50-ാം ദിവസമാണ് പരിശുദ്ധാത്മാവിൻ്റെ ആഗമനമുണ്ടാകുകയും സഭയിൽ നവചൈതന്യത്തിലേക്ക് കടന്നു വരികയും ചെയ്യുന്നത്. ഈ തിരുനാളിൽ ആഘോഷത്തോടു കൂടിയാണ് സഭ ഉദ്ഘാടനം ചെയ്യപ്പെടുകയും ചെയ്തത്. പഴയ നിയമ പശ്ചാത്തലത്തിൽ കടന്നു വരുമ്പോൾ യഹൂദ ജനങ്ങൾ പെന്തക്കോസ്ത തിരുനാൾ ആഘോഷിച്ചിരുന്നത് കാർഷിക തിരുനാളായിട്ടാണ്. അവിടെ വിളവെടുപ്പായ ആദ്യ ഫലങ്ങൾ ജെറൂസലം ദേവാലയത്തിൽ കൊണ്ടുവന്ന് കാഴ്ചവെച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുന്ന തിരുനാളാണ് പെന്തക്കോസ്ത തിരുനാൾ. രണ്ടാമതായിട്ട് മോശയ്ക്ക് ദൈവം പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് കൽപ്പനകൾ നൽകിയപ്പോൾ ആ കൽപ്പനകളുടെ ദിവസത്തെ സ്മരിച്ചുകൊണ്ട് ആ തിരുനാളാഘോഷം അന്യ ദിവസം കൂടി നടത്തപ്പെടുകയുണ്ടായി. പുതിയ നിയമ പശ്ചാത്തലത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് ഉചിതനായ യേശു നൽകിയ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണമാണ് പെന്തക്കോസ്ത തിരുനാളെന്ന് പറയുക. ലൂക്കാസ് സുവിശേഷം 24-ാം അധ്യായം 49-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം ഞാൻ നിങ്ങളുടെ മേൽ അയക്കുന്നു. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ എന്ന്. അപ്പോസ്തല നടപടി പുസ്തകത്തിലൂടെ നാം വായിച്ചു കേട്ടു. 2-ാം അധ്യായത്തിൽ കൊടുങ്കാറ്റടിക്കുന്നത് പോലെയുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുമുണ്ടായി. അതവർ സമ്മേളിച്ചിരിക്കുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലെയുള്ള നാവുകൾ ഞങ്ങൾ ഓരോരുത്തരുടെ മേൽ വന്ന് നിൽക്കുന്നതായി അവർക്ക് അനുഭവപ്പെട്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായിട്ട് മാറിയെന്ന്. യേശുവിൻ്റെ മരണശേഷം ശിഷ്യന്മാരെല്ലാവരും ഭയവിഹ്വലരായിരുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ നാട് നഷ്ടപ്പെട്ട ജനങ്ങളെപ്പോലെ അവർ വിഷമിക്കുന്ന സന്ദർഭത്തിലാണ് പരിശുദ്ധ മാതാവിനോടുകൂടെ അവർ പ്രാർത്ഥിക്കുവാനായിട്ട് ഒരുമിച്ച് കൂടിയത്. ആ അവസരത്തിൽ ആത്മാവിൻ്റെ വലിയ തീനാളങ്ങൾ അവരുടെ അടുക്കിലേക്ക് കടന്നു വരികയും അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരാകുകയും വിവിധ ഭാഷകൾ സംസാരിക്കുന്ന വ്യക്തികളായിട്ട് മാറുകയും ചെയ്തു. അവരിലുണ്ടായിരുന്ന ഭയവും വ്യാകുലതകളും എല്ലാം വിട്ടുമാറി അവരിൽ പ്രമുഖനായിരുന്ന പത്രോസ് ജെറൂസലം ദേവാലയത്തിൽ കടന്നു ചെന്നുകൊണ്ട് ഇപ്രകാരമാണ് പ്രസംഗിച്ചത്, നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്ന യേശു ഉത്ഥാനം ചെയ്തിരിക്കുന്നു, അത് ഞങ്ങളെല്ലാവരും സാക്ഷികളാണ് എന്ന്. അവിടെ കൂടിയിരുന്ന ജനങ്ങളെല്ലാം അത്ഭുതസത്തരായിപ്പോയി. കാരണം വിവിധ ദേശക്കാരും വിവിധ ഭാഷകൾ സംസാരിക്കുന്നവരുമായിരുന്നു അവരെല്ലാവരും. എന്നാൽ അവർക്കെല്ലാം താങ്കളുടെ ഭാഷയിൽ അത് മനസ്സിലാക്കാൻ സാധിച്ചപ്പോൾ
ആ അത്ഭുതത്തിൽ പരതന്ത്രരായി അനേകം പേര് ജ്ഞാനസ്ഥാനം സ്വീകരിച്ച് ശിഷ്യന്മാരായിട്ട് മാറുകയാണ് ചെയ്തത്. പെന്തക്കോസ്താ തിരുനാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ആത്മാവിൻ്റെ ചൈതന്യത്തോടുകൂടെ മുന്നോട്ട് പോകുവാനും ആത്മാവിൽ നിറഞ്ഞ മനുഷ്യരായി പരിവർത്തനം ചെയ്യുവാനുമുള്ള വലിയ സന്ദേശമാണ് നമുക്ക് നൽകിയിരിക്കുക. നമ്മളീ കാലഘട്ടത്തിലേക്ക് കടന്നു വരുമ്പോൾ മഹാമാരി കോവിഡ് രോഗങ്ങൾ നമ്മെ നിർദ്ദയമായി വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരവസരമാണിത്. അതോടൊപ്പം തന്നെ പ്രകൃതിക്ഷോഭങ്ങൾ എല്ലായിടങ്ങളിലും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. അനേകം പേര് മരണപ്പെട്ടുകൊണ്ടിരിക്കുകയും അനേകം നാശനഷ്ടങ്ങൾ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഈ അവസരത്തിൽ ആത്മാവിൻ്റെ നിറവിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം നമ്മുടെ മനസ്സിനെ തുറക്കുവാനും ദൈവസ്നേഹത്തിന് വിരുദ്ധമായ ചിന്താഗതികൾ പൂർണ്ണമായി വിട്ടുപേക്ഷിച്ചുകൊണ്ട് ദൈവസ്നേഹത്തിലേക്ക് മടങ്ങി വരുവാനും ഐക്യത്തോടും സമാധാനത്തോടും ശാന്തിയോടും കൂടി ജീവിക്കുവാനുള്ള പ്രത്യേകമായ ഒരു അവസ്ഥയിലേക്ക് നമ്മെ തന്നെ ഒരുക്കിയെടുക്കുവാനുള്ള അവസരങ്ങളായിട്ട് ഈ പെന്തക്കോസ്താ തിരുനാൾ നമ്മൾ ആഘോഷിക്കേണ്ടതായിട്ടുണ്ട്. കാരണം കാലഘട്ടത്തിൻ്റെതായ ചുവരെഴുത്തുകളെ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പിഴകളും കുറവുകളും മനസ്സിലാക്കുകയുള്ളൂ. സ്വാർത്ഥമായ മോഹങ്ങളും സ്വാർത്ഥമായ ചിന്താഗതികളും വളർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം തങ്ങളുടേതായ അവകാശങ്ങൾ നേടുവാനായിട്ട് എൻ്റെ അതിക്രമങ്ങളും ചെയ്യുവാനായി മടിയില്ലാത്ത ഈ കാലഘട്ടം, കൊള്ളയും കൊലയും അഴിമതികളും നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടം, അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹത്തിന് വിരുദ്ധമായ ദൈവപ്രമാണങ്ങൾക്ക് വിരുദ്ധമായ ചിന്താഗതികളും വളർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടം, അതിൻ്റേതായ തിക്തഫലങ്ങളല്ലേ മഹാമാരികളും ഈ പ്രകൃതിക്ഷോഭങ്ങളുമെന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ കരുണ നമുക്ക് ആവശ്യമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും വരങ്ങളും സ്വീകരിച്ചുകൊണ്ട് തിന്മയെ അതിജീവിക്കുവാനും ദൈവസ്നേഹത്തിന് വിരുദ്ധമായ എല്ലാ ചിന്തകളിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് ദൈവസ്നേഹത്തിലേക്ക് മടങ്ങി വരുവാനും ശാന്തി സമാധാനം പുലർത്തുന്ന ഒരു കൂട്ടായ്മയിലേക്ക്, ഐക്യത്തിലേക്ക് നമ്മെ തന്നെ കൈപിടിച്ചുയർത്തുവാനായിട്ടുള്ള ലഭ്യകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആ സമയം കൂടിയാണ് ഈ തിരുനാൾ. കാരണം പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്നത്. സഭയുടെ ഉദ്ഘാടന ദിവസമായ ഇന്നേ ദിവസം നാം ആഘോഷിക്കുമ്പോൾ സഭയുടെ കൂട്ടായ്മയെ ശക്തിപ്പെടുത്തുവാൻ കുടുംബങ്ങളുടെ കൂട്ടായ്മ ശക്തിമാകണം. കുടുംബങ്ങൾ നന്നായാൽ മാത്രമേ സഭ ശക്തിപ്പെടുകയുള്ളൂ. അപ്പോൾ മാത്രമേ ആ വിശ്വാസാധിഷ്ഠിതമായിട്ട് ജീവിക്കുവാനും അങ്ങനെ യേശുവിന് സാക്ഷികളായിട്ട് നമ്മെ തന്നെ കൈപിടിച്ചുയർത്തുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ. അനാസ്നേഹമുള്ളവരെ, ഈ പെന്തക്കോസ്താ തിരുനാൾ നവചൈതന്യത്തിൻ്റെ തിരുനാളായിട്ട് മാറട്ടെ. നമ്മൾ വന്നുപോയ വീഴ്ചകളും കുറവുകളും മനസ്സിലാക്കിക്കൊണ്ട് അവയ്ക്ക് പരിഹാരം ചെയ്യുവാനും നമ്മുടെ ഹൃദയത്തിൻ്റെ അന്ധകാരത്തിൽ നീക്കി പ്രകാശത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം മനസ്സിനെയും ശരീരത്തിനെ ഉയർത്തിക്കൊണ്ട് ഒരു പുത്തൻ ചൈതന്യം സ്വീകരിക്കുവാനും അതിലൂടെ ദൈവത്തിന് സ്വീകാര്യ വ്യക്തികളായി രൂപാന്തരം പ്രാപിക്കുവാനുമുള്ള വലിയ കൃപ ലഭിക്കുവാനായിട്ട് ഈ ദിവസം നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവം പരിശുദ്ധ അനുഗ്രഹം നിങ്ങളുടെ മേൽ ചൊരിയട്ടെ, നിങ്ങൾ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവും യാതനുമായ ഏകപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുൻപ് പിതാവിൽ ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിലുള്ള ദൈവവും പ്രകാശമുള്ള പ്രകാശവും സത്യദൈവത്തിലുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യലേഖനുമായ അവിടുന്ന് വഴി സർവ്വം സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിൽ കന്യാമ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു. പന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പിഴകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ ലിഖിതമനുസരിച്ച് 3-ാം ദിവസം ഉയർക്കുകയും സ്വർഗ്ഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിനെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു.
ജീവിക്കുന്നവരെയും മരിച്ചവരെയും പിരിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകൻ വഴി സംസാരിച്ചതുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാവങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുന്നു. മനുഷ്യരുടെ ഉയർപ്പും വരുമാനങ്ങളുടെ ജീവിതത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, നമ്മുടെ പരിത്രാണത്തിൻ്റെ രഹസ്യം ആഘോഷിക്കുവാനായി നാം എല്ലാവരും ഇവിടെ സമ്മേളിച്ചിരിക്കുകയാണല്ലോ. അതിനാൽ എല്ലാ അനുഗ്രഹങ്ങളുടെയും ജീവൻ്റെയും നിറവയിൽ നിന്ന് ലോകം മുഴുവനും പാനം ചെയ്യുന്നതിനായി സർവശക്തനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പെന്തക്കോസ്താ തിരുനാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ദൈവത്തിന് തങ്ങളെ തന്നെ അർപ്പിച്ചിട്ടുള്ളവരെല്ലാം അവിടുത്തെ സഹായത്താൽ തങ്ങളുടെ വ്രതപ്രതിജ്ഞ വിശ്വസത്തോടെ കാത്തുപാലിക്കുവാനും വേണ്ട ദൈവകൃപയ്ക്കായി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. എല്ലാ വിപത്തുകളിൽ നിന്നും മോചിതരായ സ്വന്തം മനസ്സോടെ ജനങ്ങൾ അവിടുത്തെ ശുശ്രൂഷിക്കുന്ന അർഹരാകുവാൻ അവരുടെ ഇടയിൽ ശാന്തി സമാധാനം പുലരുവാൻ വേണ്ട ദൈവിക ശക്തിക്കായി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഏകാന്തതയിലും രോഗത്താൽ ക്ലേശിക്കുന്ന ജനങ്ങൾ നമ്മുടെ സഹോദര സ്നേഹത്താൽ ശക്തിപ്പെടുവാൻ വേണ്ട ദൈവിക കൃപയ്ക്കായി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മിൽ നിന്ന് വേർപിരിഞ്ഞ എല്ലാ ആത്മാക്കൾക്കും, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾക്കും പൂർവികർക്കും നിത്യശാന്തി നൽകി അനുഗ്രഹിക്കണമേ എന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈ കാലയളവിലെ നന്മകളാൽ ദൈവം നമ്മെ പരിപോഷിപ്പിക്കൽ നിന്നും ഒരിക്കലും വിരമിക്കുന്നില്ല. അത് നിത്യമായവ അനുഭവിക്കുവാൻ പ്രാപ്തരാകും വിധം ഈ നന്മകൾ ഉപയോഗിക്കുവാൻ നാം പരിശീലിക്കുന്നതിനായി ഇവിടെ കൂടിയിരിക്കുന്ന നമുക്കും നമ്മുടെ വേണ്ടപ്പെട്ടവർക്കും വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അല്പസമയം മൗനമായ നമ്മുടെ പ്രത്യേക നിയമം സമർപ്പിച്ചുകൊണ്ട് പ്രത്യേകിച്ച് പെന്തക്കോസ്താ തിരുനാൾ ആത്മാവിൻ്റെ നിറവിലേക്ക് വീഴുവാനും ശാന്തമായ സമാധാനമായി ജപിക്കുവാനുള്ള ദൈവിക കൃപ ലഭിക്കുവാനായി നമുക്കിപ്പോൾ മൗനമായി പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ കാരുണ്യം യാചിക്കുന്ന ജനത്തോടുകൂടെ അങ്ങായിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേ പ്രചോദനത്താൽ വിശ്വസ്തതാപൂർവം അവർ യാചിക്കുന്നത് സദാ സന്നദ്ധയാർന്ന അങ്ങേ ഔദാര്യത്താൽ ലഭിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ജീവിതാർച്ചന വേളയായിതാ മാനസങ്ങളിൽ പൂജയാ. സ്നേഹനായക ജീവദായക സ്വീകരിക്കുകീ പൂവുകൾ. കണ്ണുകൾക്കു നീ പുതിയ കൈത്തിരി, കാതുകൾക്കു നീ മാധുരി. കണ്ണുനീരിലും കാണു പുഞ്ചിരി, കാഴ്ച നൽകിടാ മഞ്ജരി. കാഴ്ച നൽകിടാ മഞ്ജരി. ജീവിതാർച്ചന വേളയായിതാ മാനസങ്ങളിൽ പൂജയാ. സ്നേഹനായക ജീവദായക സ്വീകരിക്കുകീ പൂവുകൾ.
ഇന്നു മാനസം ഹോമയാഗമാ ഇഷ്ടഗീതമോ തിരുഹിതം ഈ വസന്തവും ഈ സുഗന്ധവും ഇവിടെ അർച്ചനാ വേദിയിൽ ഇവിടെ അർച്ചനാ വേദിയിൽ ജീവിതാർച്ചനാ വേളയായിതാ മാനസങ്ങളിൽ പൂജയാ സ്നേഹദായക ജീവദായക സ്വീകരിക്കുകേ പൂവുകൾ. കണ്ണുകൾക്കു നീ പുതിയ കൈത്തിരി കാതുകൾക്കു നീ മാധുരി കണ്ണുനീരിലും കാൺമു പുഞ്ചിരി കാഴ്ച നൽകിട അഞ്ജലി കാഴ്ച നൽകിട അഞ്ജലി ജീവിതാർച്ചന വേളയായിതാ മാനസങ്ങളിൽ പൂജയാ സ്നേഹദായക ജീവദായക സ്വീകരിക്കുകേ പൂവുകൾ. സഹോദരരെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേ പുത്രൻ്റെ വാഗ്ദാനമനുസരിച്ച് പരിശുദ്ധാത്മാവ് ഈ ബലിയുടെ രഹസ്യം സമർത്ഥമായി വെളിപ്പെടുത്തുവാനും എല്ലാ സത്യങ്ങളും കാരുണ്യപൂർവ്വം അനാവരണം ചെയ്യുവാനും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങുമെപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അങ്ങ് പെസഹാരഹസ്യം പൂർത്തീകരിച്ചുകൊണ്ട് അങ്ങ് ഏകജാതൻ്റെ സംസ്കൃതത്തിലൂടെ നിത്യപുത്രരായിരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഇന്ന് പരിശുദ്ധാത്മാവിനെ വർഷിക്കുകയും ചെയ്തു. സഭയുടെ ആരംഭം കുറിച്ച അവിടുന്ന് സകല ജനതകൾക്കും ദൈവിക ജ്ഞാനം പ്രദാനം ചെയ്യുകയും വ്യത്യസ്തമായ ഭാഷകൾ ഒരേ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനത്താൽ ഒന്നാക്കി തീർക്കുകയും ചെയ്തു. ആകയാൽ പെസഹാ സന്തോഷത്താൽ നിറഞ്ഞ് ഭൂതലത്തിൽ സകല ജനങ്ങളും ആഹ്ലാദിക്കുന്നു. മാത്രമല്ല, ഉന്നത ശക്തിയന്മാരും മാലാഖവൃന്ദങ്ങളും അവിരാമം സ്തുതിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ ഗീതം ഒന്നു ചേർന്ന് ആലപിക്കുന്നു. പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ ബലവാനാം ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ ബലവാനാം ദൈവം പരിശുദ്ധൻ നാദാനിൻ കീർത്തന ഗീതികളാ നിറയുന്നു വിണ്ണും ഭൂതലവും നാദാനിൻ കീർത്തന ഗീതികളാ നിറയുന്നു വിണ്ണും ഭൂതലവും ഉന്നത വീഥി
ഹോസാന ദാവീദിൻ സുതൻ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വന്നവനെ വാഴ്ത്തിപ്പാടിടാം. ഹോസാന ഹോസാന ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവിൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഊറ്റിക്കൊടുക്കപ്പെട്ട് സമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകഭംഗം പ്രാപിച്ച് കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളെ രൂപതാധ്യക്ഷനായ ജെയിംസ് മെത്രാനോടും വൈദികണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശിത കൊള്ളുന്ന ഞങ്ങളെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ് സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും ഞങ്ങളെ മധ്യസ്ഥനായ പതുവാല വിശുദ്ധ അന്തോനിയോടും
കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേയ്ക്ക് പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കരുണയും നമ്മളിലും നമ്മുടെ കുടുംബങ്ങളിലും അനുഭവേദ്യമാകുവാൻ നമുക്ക് ഏകസ്വരത്തിൽ പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോ, നിന്നുള്ളം പാരിലുമായിടേണം. അന്നു വേണ്ടുന്നു ആഹാരമെന്നും ഞങ്ങൾക്ക് നൽകുമാറായിടേണം. അന്യർതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങളുടെ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കരുവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിലും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങ് അപ്പോസ്തലന്മാരോട് അരുളിച്ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം നിൽക്കാൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനം ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടുകൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ.
കർത്താവായ യേശുക്രിസ്തുവേ, അങ്ങേ ശരീരരക്തങ്ങളുടെ സ്വീകരണം എനിക്ക് വിധിക്കും ശിക്ഷയ്ക്കും കാരണമാകാതെ അങ്ങേ കാരുണ്യത്താൽ മനസ്സിനും ശരീരത്തിൻ്റെ സംരക്ഷണവും സ്വീകാര്യമായ ഔഷധവുമായി തീരുമാറാകട്ടെ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യകുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. ഓമനയായൊരു കുഞ്ഞോമൻ പൈതലി മാറോടണയ്ക്കുമൊരു വാത്സല്യമേ. അമ്മ മറന്നാലും എല്ലാം തകർന്നാലും കൈനീട്ടിയെത്തും സ്നേഹകാരുണ്യമേ. കണ്ണീരു വീണു നനവാർന്ന നെഞ്ചിലും ഇന്നു മുടങ്ങിടാത്തൊരുൾമുറിവിലും സ്നേഹത്തിൻ തൈലം പൂശിത്താലോലിക്കും സംഗീതം. ഓമനയായൊരു കുഞ്ഞോമൻ പൈതലി മാറോടണയ്ക്കുമൊരു വാത്സല്യമേ. കൂടുവിട്ടെങ്ങോ അലഞ്ഞ കുഞ്ഞാടു ഞാൻ ഇരുളിൻ്റെ വഴിയിൽ ആടിത്തെറ്റി വീണ നേരം. കൂടുവിട്ടെങ്ങോ അലഞ്ഞ കുഞ്ഞാടു ഞാൻ ഇരുളിൻ്റെ വഴിയിൽ ആടിത്തെറ്റി വീണ നേരം. കരുണ നിറഞ്ഞൊരു താതനെന്നെ തേടി വന്നു. കരുണ നിറഞ്ഞ
നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങേ സഭയ്ക്ക് സ്വർഗീയ ദാനങ്ങൾ പ്രദാനം ചെയ്യുകയും അങ്ങ് നൽകിയ കൃപ കാത്തു സൂക്ഷിക്കുകയും ചെയ്യണമേ. അങ്ങനെ വർഷിക്കപ്പെട്ട പരിശുദ്ധാത്മാവിൻ്റെ ദാനം ശക്തമാകുവാനും ആത്മീയ ഭോജനം നിത്യമായ പ്രത്യാനത്തിൻ്റെ വർധനയ്ക്ക് ഉപകരിക്കുവാനും ഇടയാക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടുകൂടെ ശിരസ് നമിച്ച് ആശീർവാദം സ്വീകരിക്കുവിൻ. ആശ്വാസദായകനായ ആത്മാവിനെ അയച്ച് ശിഷ്യന്മാരുടെ ഹൃദയങ്ങൾ പ്രകാശിപ്പിക്കാൻ തിരുമനസ്സായ പ്രകാശങ്ങളുടെ പിതാവായ ദൈവം തൻ്റെ അനുഗ്രഹത്താൽ നിങ്ങളെ ആനന്ദഭരിതരാക്കുകയും അവിടുത്തെ അതേ ആത്മാവിൻ്റെ ദാനങ്ങളാൽ എപ്പോഴും നിറയ്ക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. ശിഷ്യന്മാരുടെ മേൽ പ്രത്യക്ഷപ്പെട്ട അത്ഭുതകരമായ തീനാളം സമസ്ത പാപമാലിന്യങ്ങളിൽ നിന്നും നിങ്ങളുടെ ഹൃദയങ്ങൾ സംശീകരിച്ച് അവിടുത്തെ പ്രകാശധാരയിൽ പൂരിതമാക്കുമാറാകട്ടെ. ആമേൻ. ഭാഷകളുടെ വൈവിധ്യവും ഒരേ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനത്താൽ സംയോജിപ്പിക്കുവാൻ തിരുവുള്ളമായ അവിടുന്ന് അതേ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ ഇടവരുത്തുകയും അതുവഴി പ്രത്യാശയിൽ നിന്ന് ദർശനത്തിലേക്ക് കടന്നു വരുവാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മായ സർവേശ്വരത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നണഞ്ഞ് എന്നും നിലനിൽക്കുമാറാകട്ടെ. ആമേൻ. നിങ്ങളുടെ ജീവിതം വഴി കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ. ഈ ബലി സമാപിച്ചു. ദൈവത്തിന് നന്ദി. ദൂതർത്തൻ മണിനാദമീത കേൾക്കുന്നു, പാടിടാം മേരീതൻ സ്തോത്രം. ആവേ 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 മരിയ, ആവേ 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 മരിയ. തൃപ്തിത നിൻ സ്വന്തം അമ്മേ, ഓ മേരി നിർമ്മല തൃക്കൺ പാർക്കിന്നേ. ആവേ ആവേ ആവേ